ഈ പെൺകുട്ടി പൊതുസ്ഥലത്ത് ഒരു മടിയും കൂടാതെ തന്റെ ഡ്രസ്സ് കീറി ഒരു യുവാവിന് ബാൻഡേജ് ചെയ്തു കൊടുക്കുന്നു. എന്നാൽ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു താൻ രക്ഷിച്ചത് ഒരു വലിയ മാഫിയ ബോസിനെയാണെന്ന്. ആ കാഴ്ചയിൽ മാഫിയ ബോസ് ആവട്ടെ അവളുമായി പ്രണയത്തിലാവുന്നു. അടുത്ത ദിവസം നേരം പുലർന്നപ്പോൾ തന്നെ പെൺകുട്ടിയുടെ വീട്ടിന് മുൻപിൽ ഒരുപാട് വിലപിടിപ്പുള്ള കാറുകൾ പ്രത്യക്ഷപ്പെടുന്നു. അവളുടെ അച്ഛന് ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾ ഒരു മാഫിയ ബോസ് ആണെന്നും അവളുടെ സഹോദരൻ ഇയാൾ കാരണമാണ് കൊല്ലപ്പെട്ടതെന്നും പറയുന്നു. യുവാവാവട്ടെ അവളുടെ അച്ഛനോട് അവളെ ഇഷ്ടപ്പെട്ടു എന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്നും പറയുന്നു. ഇത് കേട്ട പെൺകുട്ടിയുടെ അച്ഛനാവട്ടെ വളരെ ദേഷ്യത്തോടെ തന്റെ മകളെ അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ഈ സമയം അയൽവാസികളൊക്കെ അവിടെ കിടക്കുന്ന വിലപിടിപ്പുള്ള കാറുകൾ ശ്രദ്ധിക്കുകയും അവിടെ എന്താണ് നടക്കുന്നതെന്ന് ആകാംക്ഷഭരിതരായി നോക്കുകയും ചെയ്യുന്നു. ഇത് കാണുന്ന പെൺകുട്ടിയുടെ അച്ഛനാവട്ടെ അയാളെ വീട്ടിനകത്തേക്ക് ക്ഷണിക്കുകയല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. അകത്ത് ചെന്നിട്ടും പെൺകുട്ടിയുടെ അച്ഛന് പറഞ്ഞ വാക്കിൽ ഒരു മാറ്റവും ഇല്ലായിരുന്നു. എന്ത് സംഭവിച്ചാലും പെൺകുട്ടിയെ അയാൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കില്ല എന്ന് പറയുന്നു. ഉടനെ തന്നെ യുവാവ് പറയുന്നുണ്ട്, ഈ ചീഞ്ഞളിഞ്ഞ വീട് കണ്ടില്ലേ, പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ ഈ രാത്രി മുതൽ അവർ സമ്പന്നരായിരിക്കുമെന്ന് പറയുന്നു. ഇയാളുടെ ഈ വാക്കുകൾ അവളുടെ അച്ഛനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചേ ഉള്ളൂ. എല്ലാവരെയും പണം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് അയാളുടെ മുഖത്തടിച്ച കണക്ക് അവളുടെ അച്ഛൻ മറുപടി കൊടുക്കുന്നു. ഇത് കേട്ട യുവാവ് അധികാരത്തോടെ എഴുന്നേറ്റ് നിന്നിട്ട്, ഞാൻ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് മാത്രമേ തന്നിട്ടുള്ളൂ, നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇവൾ എന്റെ ഭാര്യയായിരിക്കുമെന്ന് പറഞ്ഞ് അവളുടെ താടിയിൽ തൊടുന്നു. ഈ സമയം പെൺകുട്ടി അയാളോടുള്ള വെറുപ്പോടെ പറയുന്നുണ്ട് തനിക്കൊരു പ്രസ്തുത വരനുണ്ടെന്ന്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് അതത്ര വലിയ കാര്യമൊന്നുമില്ല, ആ എൻഗേജ്മെന്റ് അങ്ങ് നിർത്തി വെച്ചേക്കാമെന്ന്. ഈ സമയം അവളുടെ പ്രതിശ്രുതവരൻ അങ്ങോട്ടേക്ക് കയറി വരുന്നു. ബോഡി ഗാർഡുകൾ അവരെ തടയുന്നുണ്ട്. ആ സമയം യുവാവട്ടെ അവളെ അടുത്തോട്ട് വലിച്ചടിപ്പിച്ചിട്ട് ആരൊക്കെ വന്നാലും ഇവൾ എന്റേതാണെന്ന് പ്രതിശ്രുതവരന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അവളുടെ അച്ഛൻ പ്രതിശ്രുതവരന്റെ അടുത്ത് രഹസ്യമായി അവളെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുന്നു. അയാൾ അതിന് സമ്മതിക്കുന്നുമുണ്ട്. വിവാഹത്തിന്റെ തലേ ദിവസം പെൺകുട്ടി തലയിലിടുന്ന വെയിലൊക്കെ വെച്ച് നോക്കുകയായിരുന്നു. ഈ സമയം അവളെ ഫോണിൽ വിളിച്ച് മാഫിയ ബോസ് ശല്യം ചെയ്യുന്നു. അവളാവട്ടെ കോള് കട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ അയാൾ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അയാൾ കാറിന്റെ ഹോൺ അടിച്ച് ശല്യം ചെയ്യുന്നു. അയൽവാസികളെ ശല്യം ചെയ്യുമെന്ന് വിചാരിച്ച് അവൾ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു. യുവാവ് ആഭരണങ്ങൾ സമ്മാനമായി നൽകുന്നു. ഒരു നെക്ലേസ് എടുത്ത് അവളുടെ കഴുത്തിൽ വെച്ച് നോക്കുന്നുമുണ്ട്. എന്നാൽ അവളാവട്ടെ അത് അയാളുടെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് തിരികെ കയറി പോകുന്നു. അച്ഛന്റെ കൈയും പിടിച്ച് സന്തോഷവതിയായി അവൾ വേദിയിലേക്ക് എത്തുന്നു. പ്രതിശ്രുതവരൻ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട വരികൾ വായിക്കുന്നു. അതിനുശേഷം മോതിരം അവളുടെ കൈവിരലിലേക്ക് ഇടാൻ നേരത്ത് തന്നെ മാഫിയ ബോസ് ആവട്ടെ കുറെ ബോഡി ഗാർഡ്സിനെയും കൊണ്ട് തോക്കും വെടിയുച്ചയുമായി അങ്ങോട്ടേക്ക് കയറി വരുന്നു. കയറി വന്ന ഉടനെ തന്നെ ഒരു പെട്ടി പണം അയാളുടെ മുമ്പിലേക്ക് നീക്കി വെക്കുന്നു. ഇത് $50 ഉണ്ട്, ഈ കല്യാണം ക്യാൻസൽ ചെയ്ത് ഇവിടെ നിന്ന് പോകണമെന്ന് അയാളോട് ആവശ്യപ്പെടുന്നു.